നമസ്കാരം. കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യമുള്ള നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. ചരിത്രപരമായ പ്രാധാന്യവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഈ മണ്ഡലത്തിൽ 2026 ആര് വാഴും ആര് വീഴുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കൃഷിയും ചെറുകിട വ്യാപാരവും ഉപജീവനമാക്കിയ മധ്യവർഗ വോട്ടർമാരാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കൂടുതലുള്ളത്. പരമ്പരാഗതമായി LDFനും UDFനും ശക്തമായ വേരോട്ടമുള്ള ഇവിടെ BJP കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായി തങ്ങളുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കൊട്ടാരക്കരയ്ക്ക് പ്രേമം ചുവപ്പിനോട് തന്നെയാണെന്ന് 2021 റിസൾട്ടിലും നമ്മളെ കാണിച്ചു തന്നു. 1965 മുതൽ 2006 വരെ കൊട്ടാരക്കര മണ്ഡലം ബാലകൃഷ്ണപിള്ളയുടെയും കേരള കോൺഗ്രസ് ബിയുടെയും ശക്തി കേന്ദ്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം 7 തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ളയിലൂടെ അടക്കി വാണിരുന്ന കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം 2006 LDF ഐഷ പോറ്റിയെ ഇറക്കി തിരിച്ചു പിടിക്കുന്നത്. അന്ന് ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷം 12,087 ആണ്. പിന്നീട് 2011 2016 ഐഷ പോറ്റിയിലൂടെയും 2021 KN ബാലഗോപാലിലൂടെയും മണ്ഡലം LDFന്റെ ഉരുക്കുകോട്ടയാണെന്ന് നമ്മളെ കാണിച്ചു തന്നു. LDFിൽ നിന്ന് മണ്ഡലം തിരികെ പിടിക്കാൻ UDF പഠിച്ച പണി 18 പയറ്റിയിട്ടും നിലം തൊടാത്ത മണ്ഡലത്തിൽ ഇത്തവണ ഐഷ പോറ്റി ഇറക്കി UDF ആ മണ്ഡലം പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. LDF സ്ഥാനാർത്ഥിയായി 3 തവണ മത്സരിച്ച് സഖാക്കൾ ജയിപ്പിച്ചുവിട്ട ഐഷ പോറ്റി LDF ക്യാമ്പിൽ നിന്ന് വിട്ട് UDF ക്യാമ്പിൽ ചേക്കേറി ഒരിക്കൽ കൂടി മത്സരരംഗത്തേക്ക് ഈ കൊട്ടാരക്കരയിൽ ഇറങ്ങുമ്പോൾ ഇക്കുറി ത്രികോണ മത്സരത്തിന് തന്നെയാകും മണ്ഡലം സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ UDF ലക്ഷ്യമിടുന്നത് CPM പാളയത്തിലുള്ള വോട്ടുകൾ കൂടിയാണ്. 2016 ഐഷ പോറ്റിക്ക് കിട്ടിയ 42,000 ഭൂരിപക്ഷമാണ് UDFന് പ്രതീക്ഷ നൽകുന്ന ഒന്ന്. സീറ്റിനു വേണ്ടി മറുകണ്ഠം ചാടിയ വർഗവഞ്ചകയായ ഐഷ പോറ്റിയെ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ 2021 UDF സ്ഥാനാർത്ഥി രശ്മിക്ക് കിട്ടിയ 38.75% വോട്ട് പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. അതേസമയം ഇത്തവണ NDA കളത്തിലിറക്കുന്നത് UDFന്റെ 2021 UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മിയെയാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയട്ടെ. കൊട്ടാരക്കരയിൽ UDF സീറ്റ് ഐഷ പോറ്റിക്ക് കൊടുത്തതിന് പിന്നാലെ സീറ്റ് മോഹവുമായി BJPയിലേക്ക് മറുകണ്ഠം ചാടിയ ഒരു നേതാവാണ് രശ്മി. രശ്മിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ NDA ലക്ഷ്യമിടുന്നത് UDF പാളയത്തിലെ വോട്ടുകൾ കൂടിയാണ്. മണ്ഡലത്തിൽ 2021 കണക്കനുസരിച്ച് NDAക്ക് 14.2% മാത്രമാണ് വോട്ട് ഷെയർ ഉള്ളത്. രശ്മിയുടെ സ്ഥാനാർത്ഥിത്വം ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം പോലെ തന്നെ ഇരു മുന്നണികളിലും വലിയൊരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ വലിയ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്, അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇരുവരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഉയർത്താൻ സഹായകമാകും എന്നതാണ് കണക്കുകൂട്ടൽ. 2026 മാധ്യമങ്ങളുടെ വലിയ കുപ്രചരണങ്ങൾക്കിടയിലും 10,814 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം KN ബാലഗോപാലിലൂടെ LDF പിടിച്ചു നിർത്തിയത്. അത് കാണാതെ പോകാൻ കഴിയില്ല. ഇക്കുറിയും KN ബാലഗോപാൽ മത്സരരംഗത്ത് ഇറങ്ങിയാൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു ട്രെൻഡും മണ്ഡലത്തിലെ ഒരു സാഹചര്യവും ഒക്കെ അങ്ങനെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ മികച്ച കഴിവ് തെളിയിച്ച KN ബാലഗോപാലിനെ ഇറക്കി LDF ഇക്കുറിയും മണ്ഡലം നിലനിർത്താൻ കളത്തിൽ ഇറങ്ങുമ്പോൾ UDF NDA സ്ഥാനാർത്ഥികൾ ഐഷ പോറ്റിയും രശ്മിയും ആണെന്നുള്ളതാണ് ഏറെ കൗതുകം തരുന്ന ഒരു കാഴ്ച. ഇതിനിടയിൽ UDF സീറ്റിന് വേണ്ടി പരിശ്രമം നടത്തി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ NDA മുന്നണിയായ 2020 ചേർന്ന് കൊട്ടാരക്കരയിൽ സീറ്റ് ഒപ്പിക്കാൻ നോക്കിയ അഖിൽ മാരാറിന് കിട്ടിയതാണ് 8ന്റെ പണി. സീറ്റും കിട്ടിയില്ല, മാനവും പോയി. സീറ്റും കിട്ടിയില്ല, തന്റെ സംഘപരിവാർ സ്വഭാവം ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. പണിപാളി എന്ന് മനസ്സിലായ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ സ്വയം താൻ സംഘിയല്ല എന്നൊക്കെ കാണിച്ച് കൂട്ടാൻ ഒരു മുന്നാ സ്റ്റൈലുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വെളുപ്പിക്കാനിടുന്ന സോപ്പ് കണ്ട് അല്ലെങ്കിൽ വെളുപ്പിക്കാനിടുന്ന സോപ്പ് ജനങ്ങളെ തന്നെ വല്ലാതെ ഇക്കിളി കൂട്ടുന്നു, ചിരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഖിൽ മാരാറിനെ പറ്റി ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല. അഖിൽ മാരാര് ബിഗ് ബോസ് ആണ് ലോകമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പോടനാണ്. മാത്രവുമല്ല പ്രത്യേകിച്ച് ഒരു നിലവാരമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാലത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൊട്ടാരക്കരയിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി അഖിൽ മാരാര് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കോമാളിത്തരങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
വി.ഡി. സതീശനൊപ്പം ഫോട്ടോ എടുക്കുന്നു, ചെന്നിത്തലയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഒരു ചോട്ട രാഹുൽ മാങ്കൂട്ടമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോരാളി വാസുവായി ഈ അഖിൽ മാരാർ നടക്കുകയായിരുന്നു. അവസാനം സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പതിയെ കൊട്ടാരക്കരയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും മത്സരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. പക്ഷെ എന്ത് പറയാനാണ്, രശ്മിക്കാണ് നറുക്ക് വീണത്. അങ്ങനെ അവസാനം തേഞ്ഞൊട്ടിയ അഖിൽ മാരാർ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് ഞാൻ അത്തരം ഒരു സംഖ്യയല്ല, ഞാൻ വേറൊരു രീതിയിലുള്ള സംഖ്യയാണ് എന്നൊക്കെ കാണിക്കാൻ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞ ചില ഗണങ്ങളെ നമ്മൾ കാണുന്നില്ലേ, അത്തരം ആളുകളെ പോലെയാണ് ഇയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്കും ഒരു പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാകും തോന്നിയിട്ടുണ്ടാവുക. ഇനി മണ്ഡലത്തിലെ വോട്ട് ഷെയറിലെ മാറ്റങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 2016 55% വോട്ട് വിഹിതം ഉണ്ടായിരുന്ന LDFന് 2021 അത് 46% താഴുന്ന ഒരു കാഴ്ചയുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ സമയത്തുണ്ടായിരുന്ന പല മാധ്യമ വാർത്തകളും കുപ്രചരണങ്ങളും ഒക്കെ ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരം ഒരു അനുകൂലമായിരുന്ന ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ ചെറുത്തും ഈ മണ്ഡലം നിലനിർത്താൻ KN ബാലഗോപാലിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ശക്തമായ ആധിപത്യം ഇപ്പോഴും ആ മണ്ഡലത്തിൽ തുടരുന്നുണ്ട്. 2016 വെറും 27% വോട്ട് ഷെയർ 2021 38.75% ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ്. അത് ഇത്തവണ വലിയ തോതിൽ തന്നെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഐഷ പോറ്റി മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ സീറ്റ് മോഹികളായ നിരവധി പേർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF എന്ന് പറയുന്ന അത്തരം ആളുകളുടെ ഒരു കൂട്ടമാണല്ലോ. അങ്ങനെ ഐഷ പോറ്റിക്ക് അവിടെ സീറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെ, അത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ, UDFനകത്തു നിന്ന് തന്നെ കുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് വോട്ട് ഷെയർ ഗണ്യമായി കുറയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മാത്രവുമല്ല, ഈ വോട്ടുകൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പഴയ രശ്മിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. BJPയുടെ വോട്ട് വിഹിതം 2011 4.6% നിന്നും 2016 16%, 2021 14.2% ഒക്കെ മാറിയിട്ടുണ്ട്. മണ്ഡലത്തിൽ നിർണായകമായ മൂന്നാം ശക്തി BJP നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് BJPക്ക് മുൻതൂക്കം നൽകുന്നു എന്നുള്ളതല്ല, BJP മൂന്നാമതായി തന്നെ ഇത്തവണയും അവിടെ നിലനിൽക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ രശ്മി സ്ഥാനാർത്ഥിയായി വന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭിന്നത നിലവിൽ NDAയിലുണ്ട്. അത് NDAയുടെ ഇനിയും വോട്ട് ഷെയർ കുറയ്ക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2026 LDFന് ഉള്ളത് കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. എന്തായാലും KN ബാലഗോപാലിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ UDFും NDAയും വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDFും NDAയും കളത്തിലിറക്കുന്നത് ആരെയൊക്കെയാണ്? സീറ്റ് മോഹികളായ 2 വനിതാ നേതാക്കളെയാണ്. നാളെ അവിടെയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലേ എന്ന ചോദ്യം ഇപ്പോഴും ഇത്തരം UDFന്റെയും അതുപോലെ തന്നെ NDAയുടെയും മുന്നണിയിലെ സാധാ പ്രവർത്തകരിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട്, ഇതൊന്നും കേൾക്കാതെയാണ്, ആ വെല്ലുവിളികളൊന്നും തന്നെ ചെവിക്കൊള്ളാതെയാണ് ഇരു മുന്നണികളും ഇവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരം ഫാക്ടറുകൾ LDFന് 2026 വോട്ട് ഷെയർ ഉയർത്താൻ കാരണമായേക്കാം എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. സംസ്ഥാന ധനകാര്യമന്ത്രി കൂടിയായ KN ബാലഗോപാൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായാൽ LDFന് വലിയ മുൻതൂക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൊട്ടാരക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുമ്പോഴും പല ഫാക്ടറുകൾ അത് UDFനും NDAയ്ക്കും ഒക്കെ ഗുണം എന്ന് പറയുമ്പോഴും എന്റെ പക്ഷം അവിടെ LDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ്. പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് UDFനും NDAയ്ക്കും ഉള്ളത് എന്നാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.